പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു BLO ഇന്നലെ ആത്മഹത്യ ചെയ്തതും അതിന് കാരണമായ സാഹചര്യവും ഒരു കുടുംബ ഡോക്ടർ എന്ന നിലയിൽ എങ്ങനെ പരിഹരിക്കാമായിരുന്നു എന്നതിനെ പറ്റിയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് എല്ലാ വീടുകളിലും പത്രങ്ങളിലും അടുത്ത സർക്കാർ മേഖലകളിലും അതേപോലെ തന്നെ ഏകദേശം 32 ലക്ഷത്തോളം BLOമാരും ഈ ആത്മഹത്യക്ക് കാരണമായ ഒരവസ്ഥയെ പറ്റിയിട്ട് വിവരിക്കുകയുണ്ടായി. അതിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ പൊതുജനങ്ങൾക്കും അതേപോലെ തന്നെ പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വല്ലാത്ത രൂപത്തിലുള്ള കൺഫ്യൂഷനും ടെൻഷനും സ്പിരിച്വൽ, മെൻ്റൽ, സോഷ്യൽ അപ്സെറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഫിസിക്കലി തളരുന്നു, മെൻ്റലി വിഷമിക്കുന്നു, അതേപോലെ തന്നെ സാമൂഹികമായ ക്രമത്തിലൊക്കെ കുഴപ്പം വരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരു കുടുംബ ഡോക്ടർ ഉണ്ടാവുകയാണെങ്കിൽ ഈ കുടുംബ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഡോക്ടർ B. ഇക്ബാൽ രാഷ്ട്രദീപികയിൽ ഫേസ്ബുക്ക് എന്ന പേജിൽ ഡോക്ടർ എഴുതുകയുണ്ടായി. ഏറ്റവും വലിയ ലോകോത്തര ന്യൂറോ സർജനായ ഈ ഡോക്ടർക്ക് ഈ അടുത്ത കാലത്തൊരു പ്രശ്നം വന്നപ്പോൾ ഡോക്ടറുടെ കുടുംബ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും അത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ പെട്ടെന്ന് കാണാൻ പറ്റിയത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ പറ്റി എന്നാണ് ഡോക്ടർ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഡോക്ടർക്ക് പോലും ഒരു കുടുംബ ഡോക്ടറുടെ ആവശ്യമുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്കും ഇതേപോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്നവർക്കൊക്കെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പറയാൻ മനസ്സിലാക്കാനും മാത്രമല്ല അവരുടെ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ജനിതകമായിട്ട് അതും അല്ലെങ്കിൽ ജന്മനയുള്ള പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ഓരോ വീട്ടിലുമുള്ള ഓരോ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിൻ്റെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഡാറ്റ കളക്ഷനൊക്കെ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും നേരത്തെ തന്നെ പരിഹരിക്കാൻ പറ്റും എന്ന് മാത്രമല്ല ഇപ്പോൾ വളരെയധികം സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളെയും നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ പ്രീ ഡയബറ്റിക് ആണെങ്കിലും ഡയബറ്റിക് ആണെങ്കിലും പിന്നെ ടൈപ്പ് 2, ടൈപ്പ് 1 ഡയബറ്റിക് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ടും അതേപോലെ തന്നെ ക്യാൻസറിൻ്റെ പല അവസ്ഥകളിലും ഇപ്പോൾ ഗർഭാശയകള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള പല ക്യാൻസറുകളും ഈവൻ സ്മോക്കിങ്ങുള്ള രോഗിക്ക് ലങ് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളടക്കം അവരുടെ മാർക്കേഴ്സ് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല സാധാരണഗതിയിൽ വരുന്ന ആൾക്കാർക്ക് പുകവലിയില്ലാത്തവർക്കുള്ള മാർക്കേഴ്സും പുകവലിക്കുന്നവരുടെ മാർക്കേഴ്സും വളരെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതുപോലുള്ള ഓരോ രോഗങ്ങളെയും അതേപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയ ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും എപ്പോഴും ജീവിതാന്ത്യം വരെ ഒരു കുടുംബ ഡോക്ടർ ഉണ്ടാവുക, അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശീലിക്കുക. അതേപോലെ തന്നെ ഇനി ആ ഡോക്ടർമാർ റെഫർ ചെയ്ത് മറ്റൊരു ഡോക്ടർക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും ഇന്ന് തന്നെ ഒരു 45 വയസ്സുള്ള ചെസ്റ്റ് പെയിനും ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ കൈക്ക് വേദനയുള്ള ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ഞാൻ ഉടനെ അതിൽ എഴുതി നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റിനെ പെട്ടെന്ന് തന്നെ കാണണമെന്ന്. കാര്യം സൈലൻ്റ് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉള്ള അതുപോലുള്ള പേഷ്യൻസിനൊക്കെ നേരത്തെ കാലത്തെ നാം റെഫർ ചെയ്ത് ചികിത്സിക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും വലിയൊരു ചെലവില്ലാതെ അതിന് പരിഹാരം കാണാനും പറ്റും. അപ്പോൾ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും ഇന്നത്തെ കലുഷിതമായ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് ജീവിതത്തിലെ ഈ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കാനും ഫേസ് ചെയ്യാനും കഴിയാത്ത ന്യൂ ജനറേഷനും അതേപോലെ തന്നെ മറ്റ് പല മേഖലയിലും പ്രവർത്തി നിൽക്കുന്നവർക്കും പ്രത്യേകിച്ച് BLOമാർ പോലെയുള്ള അല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാൻഡിഡേറ്റ്സിനും ഒരുപാട് കാൻഡിഡേറ്റ്സും ഇതിനിടയിൽ ആത്മഹത്യ ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവർത്തകർക്കൊക്കെ വല്ലാതൊരു ടെൻഷനുള്ളൊരു അവസ്ഥയാണ് നാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർക്കൊക്കെയുള്ള
ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്, നോട്ട് മിയർലി ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോമിറ്റി എന്ന് പറയുന്ന ഈ ആരോഗ്യ മേഖലകളിലെ, അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് ഏതൊക്കെ വരാൻ സാധ്യത എന്ന് കണ്ട് മനസ്സിലാക്കി അത് പരിഹരിക്കുന്ന ഒരു വഴിയും കൂടിയാണ് ഈ കുടുംബ ഡോക്ടർ സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ബി ഇക്ബാലും അതേപോലെ തന്നെ ഡോക്ടർ ബി പത്മകുമാർ മനോരമ പ്രസിദ്ധീകരിച്ച കുടുംബ ഡോക്ടർ എന്ന ഒരു പുസ്തകത്തിൽ നമുക്ക് സാധാരണ വരാൻ സാധ്യതയുള്ള എല്ലാ പ്രശ്നങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു കുടുംബ ഡോക്ടറിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.